നമുക്ക് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി കേൾക്കാം. ഓക്കെ, നമ്മൾ ആദ്യം മലയാളം സ്റ്റോറി കണ്ടു. അതിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു മോറൽ എന്താ പഠിച്ചത്? നമ്മള് മറ്റുള്ളവരുടെ സാധനം അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കരുത് അല്ലേ? മായ നമ്മൾ കണ്ടില്ല പകര. അപ്പൊ അത് പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സാധനങ്ങൾ നമ്മൾ എങ്ങനെ സേഫ് ആക്കി വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളില്ല, ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെ ഇല്ലേ, നിങ്ങളത് സൂക്ഷിച്ച് വെക്കോ അല്ല കളയോ? സൂക്ഷിച്ച് വെക്കോ? നിങ്ങള് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ എന്താവും? അത് പൊട്ടില്ല, മിസ്സാവും, എവിടെയും കളഞ്ഞു പോകും. കളഞ്ഞു പോയി നമുക്ക് സങ്കടം. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബാഗ് ആയിരിക്കും, വാട്ടർ ബോട്ടിൽ ആയിരിക്കും, ലഞ്ച് ബോക്സ് ഒക്കെ ആയിരിക്കും. അത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ എന്താവും? അത് കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് സങ്കടം വരും, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റിയ ഒരാളുടെ സ്റ്റോറിയാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു കരടിക്കുട്ടി. ആ കരടിക്കുട്ടിക്ക് എന്താണ്? അശ്രദ്ധ, ഭയങ്കര കെയർലെസ്, അതൊന്നുമില്ല, സൂക്ഷിക്കാതെ അവർക്ക് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി. അതെന്താ നമുക്ക് സ്റ്റോറി നമുക്ക് നോക്കാം. പത്തരാമത് നോക്കാം. ഓക്കെ, അപ്പൊ അത് ആരാന്നറിയോ? ബർബു. എന്താ പേര്? ബർബു. വിസ്മി എന്താ പേര്? ഇവിടെ നോക്ക്. ബർബു. ബർബു എന്ന് പറഞ്ഞാൽ എന്താണ്? കരടിക്കുട്ടി. പേർ ഒരു കരടി കണ്ടിട്ടില്ല നിങ്ങള്? ആ കരടിയുടെ ഒരു കുട്ടിയാണ് ബർബു. ഓക്കെ, അപ്പൊ സ്റ്റോറി നോക്കാം. It was Barbu's birthday. Papa bought a beautiful watch for him. Wow, very nice. Thank you. He liked it very much. അപ്പൊ ബർബുന് എന്താ കിട്ടിയത്? ബർബുന് ബർത്ത്ഡേ ആയിരുന്നു അന്ന് അല്ലേ? അപ്പൊ നമുക്കൊക്കെ നമ്മുടെ ബർത്ത്ഡേ ആവുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഗിഫ്റ്റ് തരില്ലേ? അപ്പൊ അതുപോലെ ബർബുവിന് ആര് ഗിഫ്റ്റ് കൊടുത്തു? ബർബുവിന് പപ്പ. പപ്പ എന്ന് പറഞ്ഞ ആരാ? അച്ഛൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ കൊടുത്തത്? ഒരു വാച്ച് അല്ലേ? ആ വാച്ച് കണ്ടതും ബർബു എന്താ പറഞ്ഞു? വാവ്, സൂപ്പർ എന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായി. ബർബുന് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹാപ്പി ആയി അല്ലേ? ശരിയാണ്. The next day, Barbu looked into the playground to show it to his friends. Fantastic, they said. Let me try it, said Foxy Fox. Barbu gave the watch to him. അങ്ങനെ നെക്സ്റ്റ് ദിവസം നിങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് ഗിഫ്റ്റ് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവരാറില്ലേ? ഭദ്ര. അപ്പൊ അതുപോലെ തന്നെ ബർബു എന്ത് ചെയ്തു? ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഈ വാച്ച് കൊണ്ടുപോയി കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എവിടെ കൊണ്ടുപോയി? ബർബു കളിക്കണ ഈ പ്ലേ ഗ്രൗണ്ട്, ഇഷാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. എന്ത് കൊണ്ടുപോയി? ഈ വാച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കാണിക്കട്ടെ അതിന് കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് പോയപ്പോ എന്തോ ഒരു ഫോക്സ്, ഒരു കുറുക്കൻ വന്നു. ആ സൂപ്പറായിട്ട് നിന്റെ വാച്ച് എനിക്ക് കൂടി നോക്കാൻ തരുമോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഞാൻ നോക്കിയിട്ട് തരാതുകൊണ്ട് വാങ്ങിച്ചു. അപ്പൊ ബർബു എന്ത് ചെയ്തു? ആ ശരി, നോക്കാനായിട്ട് ബർബു കൊടുത്തു. ആ വാച്ച് ആർക്ക് കൊടുത്തു? ആ ഫോക്സിന് നോക്കാനായിട്ട് കൊടുത്തു. സഡൻലി, എന്താ സഡൻലി എന്ന് പറഞ്ഞാ? പെട്ടെന്ന്. an ice cream vendor came there. Yummy, Barbu and friends ran to him. പെട്ടെന്ന് അതുവഴി ആരാവുന്നത്? ഒരു ഐസ്ക്രീമുകാരൻ. സൗണ്ട് ഉണ്ടാക്കി വരില്ലേ? ഇവിടെ വരാറില്ലേ? എന്നിട്ട് ഐസ്ക്രീം വണ്ടി ഉണ്ട് എല്ലാവരും. അതുപോലെ ഒരു ഐസ്ക്രീം വണ്ടി ഇവിടെ വന്നു. അപ്പൊ ഈ ഐസ്ക്രീം വണ്ടി വന്നോണ്ട് എന്തായി? ഈ ബർബുവും ഈ ബർബുവിന്റെ ഫ്രണ്ട്സൊക്കെ കൂടി എന്ത് ചെയ്തു? വേഗം ഓടി. എവിടേക്കാ ഓടിയത്? ഐസ്ക്രീം വണ്ടി കണ്ട ഉടനെ ഐസ്ക്രീം വാങ്ങാൻ പോകുന്നതുകൊണ്ട് ഈ വാച്ചൊക്കെ അവർ മറന്നു അല്ലേ? ഈ ഫോക്സിന് വാച്ച് കൊടുത്തതൊക്കെ അവർ മറന്നു. വേഗം ഐസ്ക്രീം വണ്ടിയിലേക്ക് ഓടി. Barbu's uncle who was passing saw them. He bought ice lollies for them. Barbu and friends sat there eating ice lollies. ഇതൊക്കെ ഇടപ്പോ ആരെ? ബർബുവിന്റെ അങ്കിൾ ഇത് കാണണ്ടായിരുന്നു. ബർബുവിന്റെ അങ്കിൾ വന്ന് എല്ലാവർക്കും ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഐസ് ലോളീസ് എല്ലാ ബർബുവിന്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. എല്ലാരും അവിടെ ഇരുന്ന് ഹാപ്പി എന്ത് കഴിക്കായിരുന്നു? ഐസ്ക്രീം എല്ലാരും ഹാപ്പിയായി കഴിക്കായിരുന്നു. After some time, Barbu thought of his watch. Oh, where is my watch? He asked Foxy. I had given it to Bittu Bunny. He said, oh, I left it on the ground, replied Bittu. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബർബുവിന് ഓർമ്മ വന്നത്. എന്താ ഓർമ്മ വന്നത്? അയ്യോ, എന്റെ വാച്ച് എവിടെ? കാണില്ല, എവിടെ പോയി? ഞാൻ ഫോക്സിക്കല്ലേ കൊടുത്തത്. ഫോക്സിന്റെ വാച്ച് എവിടെ നിന്ന്? ഫോക്സിയോട് ചോദിച്ചു. ഫോക്സിക്കല്ലേ നോക്കാൻ കൊടുത്തത്. അപ്പൊ ഫോക്സി ഞാൻ അത് അപ്പോഴേ ആർക്ക് കൊടുത്തു? മുയലിന് കൊടുത്തു. ആർക്ക് കൊടുത്തു? മുയലിന് ഞാൻ കൊടുത്തു. മുയല് പറഞ്ഞു, അയ്യോ ഞാൻ അത് അപ്പൊ തന്നെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ അത് നോക്കിയിട്ട് വേഗം ഗ്രൗണ്ടിൽ വെച്ചു. അപ്പത്തിന് ആര് വന്നു? ഐസ്ക്രീം വന്നു. നമ്മളെല്ലാം ഐസ്ക്രീം കഴിക്കാൻ ഓടിയില്ലേ? അപ്പൊ ഞാൻ ഗ്രൗണ്ടിലെ വെച്ചതെന്ന് ആര് പറഞ്ഞു? ഇഷാൻ. മുയൽ പറഞ്ഞു. ബർബു ran to the ground. ബർബു പാവം ബർബു വേഗം എവിടേക്ക് ഓടി? ഗ്രൗണ്ടിലേക്ക്. എന്റെ വാച്ച് അവിടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ വേഗം ഗ്രൗണ്ടിലേക്ക് ഓടി. He searched everywhere. അവൻ എല്ലാവിടെയും സെർച്ച് ചെയ്ത് എല്ലാവിടെയും നോക്കി. ഗ്രൗണ്ട് മൊത്തം കരഞ്ഞ് പാവ ഒറ്റയ്ക്ക് ഗ്രൗണ്ട് മൊത്തം നോക്കി. എവിടെയും എന്ത് കണ്ടില്ല? ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. എന്തായി? പക്ഷെ വാച്ച് കാണാനില്ല. വാച്ച് പോയി അല്ലേ? കണ്ടില്ല വാച്ച്.
എന്റെ അച്ഛന്റെ ഗിഫ്റ്റ് ഞാൻ സൂക്ഷിച്ച് വെക്കണമായിരുന്നു. തെറ്റാന്റെ ഭാഗത്താണ്, തെറ്റാന്റെ ഭാഗത്താണ് ബർബുന്റെ ഭാഗത്ത്. അവന്റെ സ്വന്തം സാധനങ്ങൾ അവനെ സൂക്ഷിക്കേണ്ടത്. അപ്പൊ വിസ്മയൊക്കെ വളർച്ച വേണ്ടി ആരാ സൂക്ഷിക്കേണ്ടത്? ആ സിദ്ധു സൂക്ഷിക്കോ? അപ്പൊ അവനവന്റെ സാധനങ്ങൾ ആരാ സൂക്ഷിക്കേണ്ടത്? അവര് സ്വന്തം അവരവരുടെ വാച്ചായാലും എന്തായാലും അവരവര് സ്വന്തമായിട്ട് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചാല് മിസ്സാവില്ല. അപ്പൊ ബർബുന്റെ പുതിയൊരു വാച്ച് പോയില്ലേ, ബർബുന് വിഷമമായില്ലേ? ബർബുന്റെ അച്ഛനെ വീട്ടിൽ പോയി പറഞ്ഞാൽ ബർബുന്റെ അച്ഛനെ വിഷമമാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങളുടെ എന്തെങ്കിലും ബാഗ് ആയാലും എന്ത് നിങ്ങളുടെ സാധനങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എങ്ങനെ വെക്കോ? എങ്ങനെ? ആ സൂക്ഷിച്ച് വെക്കുക. സൂക്ഷിച്ച് എപ്പോഴും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. സൂക്ഷിച്ച് നിങ്ങള് സാധനങ്ങൾക്ക് വെക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട കഥ നിങ്ങൾക്ക് ഇഷ്ടമായ?